പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ 232, 447 വകുപ്പുകൾ. ആ വകുപ്പുകൾ ആദ്യം ഭരണത്തിൽ വന്നോടെ അവരങ്ങ് റദ്ദു ചെയ്തു. പിന്നെ കൊടുക്കുകയാണ് ബാറുകളും ഷാപ്പുകളും. നമ്മൾ ആലോചിച്ച് നോക്കാം, 5170 കള്ള് ഷാപ്പുകൾ, 335ഓളം വിദേശ മദ്യ ഷാപ്പുകൾ, ബീർ വൈൻ പാർലറുകൾ. ഇവിടെയൊക്കെ പോയി കുടിക്കുന്നവരാ? ഇവിടുത്തെ മന്ത്രിമാരൊന്നുമല്ല, നമ്മുടെ മക്കൾ. അതത് ദിവസം അന്ന് അധ്വാനിക്കുന്ന 700-800 രൂപ കിട്ടുന്നവർ പോയി ക്യൂവിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബാറിൽ കയറുകയാണ്. അതിന്റെ പ്രത്യാഘാതം സഹിക്കുന്നവരാണ് കേരളത്തിലെ സ്ത്രീകൾ. ഇവിടെ സ്ത്രീ സുരക്ഷ കൊട്ടിഘോഷിക്കുന്നു. എവിടെയാണ് സ്ത്രീ സുരക്ഷ? ഒരു മദ്യപന്റെ വീട്ടിൽ ഒരിക്കലും ഒരു സ്ത്രീ സുരക്ഷിതയല്ല. അച്ഛൻ കുടിച്ചാലും, ഭർത്താവ് കുടിച്ചാലും, മക്കൾ കുടിച്ചാലും, മകളെ ഭർത്താവ് കുടിച്ചാലും അവിടെ സ്ത്രീ സുരക്ഷിതയല്ല. നമുക്കറിയാം, എത്ര നാര്യസ്തു പൂജ രമന്തേ തത്ര ദേവത. ഇവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവത രമിക്കുന്നു. പക്ഷെ മദ്യമുള്ളിടത്തോളം കാലം ഒരിക്കലും പൂജിക്കപ്പെടില്ല. സ്ത്രീ സുരക്ഷ കുട്ടിഘോഷിക്കുന്ന മറുഭാഗത്ത് മദ്യം. ഈ മദ്യപേക്ഷ ഉള്ളിടത്തോളം സ്ത്രീക്ക് സമാന ശാന്തി. ഇതിനെതിരെ പറയേണ്ടതാണ് മതസംഘടനകളാണ്. പക്ഷെ മതസംഘടനകളൊക്കെ മൗനം പാലിക്കുന്നു. പിന്നെ പറയേണ്ടത് രാഷ്ട്രീയ സംഘടനകളാണ്. അവരും അനങ്ങുന്നില്ല. അവർ ഇരുപക്ഷവും മദ്യത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നു. പിന്നെ ഇവിടെ സംസാരിക്കേണ്ടതാണ് സ്ത്രീ സംഘടനകളാണ്. കേരളത്തിൽ എത്ര സ്ത്രീ സംഘടനകളുണ്ട്? സ്ത്രീകളുടെ നന്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷെ ഒരാളെ വായിലും ആ മദ്യമെന്ന തിന്മയെക്കുറിച്ച് വീണ്ടുന്നില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ധാരാളം, എല്ലാ പാർട്ടിക്കാർക്കും സ്ത്രീ സംഘടനകളുണ്ട്. കോൺഗ്രസിനുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്, ജനതാദളുണ്ട്, ലീഗിനുണ്ട്, BJPക്കുണ്ട്. പക്ഷെ ആ സ്ത്രീകളുടെ ആര് ആ നേതൃമാരുടെയോ ഒന്നും വായിന്ന് ലഹരിക്ക് മദ്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നില്ല. അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ പ്രദേശത്തുമായി നമുക്കറിയാം, ഞങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ ഞങ്ങളെ ചുറ്റിപ്പറ്റി മദ്യപാനികൾ വരുന്നുണ്ട്, പിന്നെ അസഭ്യം പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കാലമേറെയായി, 10-45 വർഷമായി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. എനിക്കില്ലെന്ന് നിത്യസംഭവം. ഏത് ബസ് സ്റ്റാൻഡിൽ പോയാലും കാണും, റെയിൽവേ സ്റ്റേഷനിൽ പോയാലും നടു റോട്ടിലും കാണും. പക്ഷെ അവരങ്ങനെയാകുന്നതിന് കാരണം നമുക്ക് വലിയ പങ്കുണ്ട്. ഒരു മദ്യപന്റെ ഭാര്യയായി പോയാൽ ആ ഭാര്യ അനുഭവിക്കുന്ന ദുഃഖം, തന്റെ അച്ഛൻ മദ്യപാനിയായി വേദന അനുഭവിക്കുന്ന മക്കൾ, തന്റെ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊലപാതകങ്ങളുടെ എണ്ണ ഏറി വരികയല്ലേ കേരളത്തിൽ. എത്ര കൊലപാതകങ്ങള്! മദ്യപാനിയായ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ഭാര്യ മരിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടോ, ഇവിടെ താമരശ്ശേരി 52 വയസ്സുള്ള ഉമ്മയെ 25 വയസ്സുകാരനായ മകൻ വെട്ടിക്കൊന്നു. തിരുവനന്തപുരത്ത് അങ്ങനെ കേൾക്കുന്നു, 5 ആളെ, ഒരാൾ തന്റെ കാമുകിയും തന്റെ കൊച്ചനിയനടക്കം 5 പേരെ കൊന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? മദ്യത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെറുപ്പക്കാർ. ഇതങ്ങ് അടിച്ചാ പിന്നെ പാപ്പയെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഇല്ല. ഭാര്യയെ തിരിച്ചറിയില്ല, അമ്മയെ തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം. സ്ത്രീ സുരക്ഷ ഞാൻ വീണ്ടും പറഞ്ഞു. ബസ്സിൽ ഞങ്ങൾക്ക് കയറിക്കൂടാ, മദ്യപാനികളുടെ ശല്യമാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിയിൽ ഞങ്ങൾക്ക് പോയിക്കൂടാ, മദ്യപാനികളുടെ ശല്യം. എന്നാൽ കണ്ട് ചെറുപ്പക്കാരി മോള് എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോകുന്നതാക്കി ഒരു മദ്യപാനി തീവണ്ടിയിൽ അവളെ താഴത്തേക്ക് തള്ളിവിട്ടു. ഒരു നട്ടൽ ബ്രെയിൻ പൊട്ടി. നമ്മൾ കണ്ടതാണ് ഇങ്ങനെ നിത്യ സംഭവം സ്ത്രീകളി എന്ന്. പക്ഷെ എന്താണ് സ്ത്രീകളി രംഗത്തെ ശബ്ദം ഉയർത്തുക? അനങ്ങനെ ഒരാളൊരു സ്ത്രീ, അതായത് പുരുഷന്മാർ പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യം മാത്രം ഏറ്റുവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് പോര സഹോദരിമാരെ, നമ്മുടെ മക്കൾ നമുക്ക് നാളെ കിട്ടണമെങ്കിൽ, താങ്ങുന്നതല്ലമായ നമ്മുടെ മക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ അവർ എഞ്ചിനീയറാക്കണം, ഡോക്ടർമാരാക്കണം, അധ്യാപകരാക്കണം. എന്തൊക്കെയാണ് നമ്മുടെ അമ്മമാരുടെ സ്വപ്നം? ആ സ്വപ്നം സഫലമാണെങ്കിൽ നമ്മുടെ മനസ്സരം ഉയരണം മദ്യത്തിനെതിരെ. അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എത്ര ആത്മഹത്യകൾ കേരളത്തിൽ! ആത്മഹത്യകൾ എണ്ണം പെരുകുന്നില്ലേ? കേരളത്തിലെ കൊലപാതക എണ്ണം പെരുകുന്നില്ലേ? കേരളത്തിലെ വിവാഹമോചനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? ഞാൻ ഈയിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി, ഞാൻ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ ഒരു പോലീസുകാരൻ മറ്റൊരു പ്രതി, ഒരു മദ്യപാനിയോട് പറയാ, നീ കണ്ടോ ഈ മേശപ്പുറത്തേക്കുന്ന ഫയലിൽ 80% മദ്യവുമായിട്ട് ബന്ധപ്പെട്ട പരാതികളാണ്. പിന്നെ ഇനി മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ കേൾക്കണം, മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇപ്പം ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചു കൊടുത്തു. നമ്മൾ ആലോചിച്ചു നോക്കണം, 10 മണിക്ക് കുടിച്ച് ബാറിന് കുടിച്ച് ഒരു 11-12 വീട്ടിൽ ചെയ്യുന്ന ഭർത്താവ് ഇനി 12 മണി വരെ കുടിച്ച് അവിടെ തന്നെ കിടക്കുന്ന സ്ഥിതി ചെയ്യുക. അപ്പൊ മദ്യത്തിന് എല്ലാവിധ പ്രോത്സാഹനം സർക്കാർ ചെയ്തു കൊടുക്കുന്നു. മാത്രമല്ല, മദ്യത്തെ പോഷകാഹാരം
മദ്യഷാപ്പിലേക്ക് വരണം. ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാരുടെ പ്രോത്സാഹനം. ഞാനിവിടെ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പാലക്കാട് നിങ്ങളാണ് മേനോൻപാറയിൽ അവിടെ മദ്യവിതരണശാലയാണ് ഇപ്പൊ അടുത്ത ദിവസം നിർമ്മിച്ചത്. മദ്യവിതരണശാല. ഞങ്ങൾ ഒരു തുള്ളി മദ്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം അധികം കൊടുക്കില്ലെന്ന് അന്ന് ഓർക്കാൻ കൊടിയേറ്റിട്ട് ആ വാക്കുകൾ, ഒരു തുള്ളി മദ്യം ഞങ്ങൾ അധികം കൊടുക്കില്ല 2016 പറഞ്ഞു. എന്നത് ഇപ്പം പാലക്കാട് ജലക്ഷാമമുള്ള ആ ജില്ലയിൽ മദ്യ നിർമ്മാണ വിതരണശാല ഞങ്ങളൊക്കെ പോയി പ്രതിഷേധിക്കാൻ എന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് എന്തോ ഒരു കൊലയാളികളെ പോലെ എന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോലീസ് അവിടെ കസബ പോലീസിൽ ഇട്ടു. നീതി നിഷേധനം. നമ്മൾ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവരെ പിടിച്ചില്ലാതൊക്കെ ചെയ്യുന്നു. അവിടെ സ്ഥാപിച്ചു. നമ്മൾ ആലോചിച്ചില്ലേ, ഇപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു അവൈലബിലിറ്റി ഈസ് ദ മെയിൻ കോസ് ഓഫ് കൺസംപ്ഷൻ. ലഭ്യതയാണ് ഉപഭോഗത്തിന് കാരണം. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രപിതാവ് പറഞ്ഞു, ഞാൻ ഈ നാട്ടിനധിപതിയായെങ്കിൽ ആദ്യം മദ്യനിരോധന നിയമം, അതിനു ശേഷം മറ്റൊന്നും. ഞാൻ ഈ നാടിന്റെ അധിപതിയായി വന്ന് ആദ്യം ചെയ്യുക ഇവിടുത്തെ മദ്യഷാപ്പുകളൊക്കെ അടച്ചുപൂട്ടും. 1915 ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചു വന്ന ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ആഹ്വാനപ്രകാരം ഭാരതീയ ഇന്ത്യയിലൊട്ടാകെ സന്ദർശിച്ചു. അപ്പൊ അദ്ദേഹം ഇന്ത്യയെ കണ്ടു. അദ്ദേഹം മനസ്സിലാക്കി ഇവിടുത്തെ ദാരിദ്ര്യത്തിന് കാരണം, ഇവിടുത്തെ തൊഴിലില്ലായ്മ കാരണം, ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം കാരണം ഈ മദ്യമാണ്. അതുകൊണ്ട് അന്നേ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്യും. അന്നേ തുടങ്ങിയതാണ്. അന്നേ നമ്മുടെ പൂർവികർ പറയും. ഇനി അതേപോലെ തന്നെ മതങ്ങളും മതദർശനങ്ങളും നമ്മെ എന്നോട് പറഞ്ഞ മദ്യം പാടില്ല എന്നാണ്. ശ്രീനാരായണ ഗുരു നമ്മോട് പറഞ്ഞു, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് കൊടുക്കരുത്, കുടിക്കരുത് എന്ന്. അതേപോലെ തന്നെ നബിതിരുമേനിയുടെ നടക്കുന്നത് എല്ലാ തിന്മയുടെയും പറ്റുമ്മയാണ് മദ്യം, എല്ലാ തിന്മയിലും താക്കോലാണ് മദ്യം. ഇങ്ങനെ ഓരോരുത്തരും പറയുന്നു ഹിന്ദുവിന്റെ ധർമ്മം ലക്ഷ്യമെന്നാണ്, ധർമ്മമാണ്. പക്ഷെ ആ ധർമ്മം ഇവിടെ പുലരണമെങ്കിൽ, സത്യനിഷ്ഠ പുലരണമെങ്കിൽ, നീതി നിഷേധം വരാതിരിക്കണമെങ്കിൽ ഇവിടെ മദ്യനിരോധനം അല്ലെങ്കിൽ ലഹരി ഇല്ലാതാണ് മദ്യം ഇല്ലാതായിരിക്കണം. ഇപ്പൊ കേരള മദ്യനിരോധന സഭ ഉടനെ പറയുന്നത് മദ്യനിരോധനമല്ല. പലരും നിങ്ങൾ മദ്യനിരോധനം അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് റദ്ദ് ചെയ്ത അവകാശങ്ങൾ, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലൂടെ ഈ നാട്ടിന് കിട്ടിയ അവകാശങ്ങൾ നിങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് തരണം. 914 ദിവസം മലപ്പുറം കളക്ടറേറ്റ് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. 2023 ആഗസ്റ്റ് 14 എന്റെ ഭർത്താവിനോട് വീടടച്ച് ഞാൻ മലപ്പുറം കളക്ടറേറ്റ് മുമ്പിലേക്ക് പോയ സമരത്തിൽ. ആ സമരം കഴിയുന്നത് ഈ ഫെബ്രുവരി 14 അപ്പൊ സർക്കാർ ആ 914 ദിവസം കിടക്കുന്നു. ഏതൊരു ആ സെക്രട്ടറി കളക്ടറേറ്റിന് മുമ്പിലാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇവിടെ ഞങ്ങളുടെ ആവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ സമരപ്പോഴാണ് കേരള യാത്ര പ്രതിപക്ഷാവ് സതീശനും UDF നേതാക്കളും ഒരു കേരള യാത്ര നടത്തിയപ്പോൾ ഞാൻ മലപ്പുറത്ത് കളക്ടറേറ്റ് മുമ്പിൽ വന്നു. അദ്ദേഹം വായിച്ച് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. നിങ്ങളുടെ ഈ 2 ആവശ്യങ്ങളും ഞങ്ങൾ നിറവേറ്റും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ആവശ്യങ്ങൾ എന്താണ്? 1 ഈ അധികാരം തിരിച്ചു തരണം. 2 നമ്മുടെ മക്കൾ പോവുക, മദ്യക്കുപ്പി പൊട്ടിക്കുന്നു, MDMA